വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവിടുത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്ത പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുക്രിസ്തുവിൻ്റെ വളർത്തുപിതാവായ നീതിമാനായ അധ്വാനിക്കുന്ന തലമുറയുടെ ആത്മീയ പിതാവായ തിരുസഭയുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിനെ നാം നന്ദിയോടെ അനുസ്മരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ദാവീദിൻ്റെ വംശജനാണ് അദ്ദേഹം. യാക്കോബിൻ്റെ മകൻ എന്ന് വംശാവലിയിൽ നാം അദ്ദേഹത്തെ കാണുന്നു. രക്ഷകനായ യേശുവിനെ സംരക്ഷിക്കുവാൻ, വളർത്തിയെടുക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം അവൻ നീതിമാനായിരുന്നു എന്നുള്ളതാണ്. എന്ത് ത്യാഗം സഹിക്കുവാനും സന്നദ്ധനായി മുൻപോട്ട് വരുന്ന യൗസേപ്പ് നീതി അവിടെ സമ്മാനിക്കപ്പെടുകയായിരുന്നു ചെയ്തത്. നീതിമാനായ നോഹയെപ്പോലെയും നീതിനിഷ്ഠനായ യോബിനെപ്പോലെയും നീതിമാനായ യോഹന്നാനെപ്പോലെയും ഒക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ കടന്നു വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ നാം കാണുന്നത്. ദൈവനീതി അന്വേഷിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. നീതിമാന്മാരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തി. നീതി അന്വേഷിക്കുന്നതിലും നീതി പ്രവർത്തിക്കുന്നതിലും ജോസഫിൻ്റെ ജീവിതം നമുക്കൊരു വലിയ മാതൃകയാണ്. ഈ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കടന്നു ചെന്ന് നോക്കുമ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ നീതി? മോശയുടെ ദൗത്യം ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുക, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച്. ഇവിടെ നാം കാണുന്ന ദൗത്യം, ജോസഫിൻ്റെ ദൗത്യം, അടിമത്തത്തിൽ നിന്ന് ഒരു ജനത്തെ മോചിപ്പിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ വ്യക്തിയെ, യേശുവിനെ സംരക്ഷിച്ച് അതിനുവേണ്ടി ഈജിപ്തിലേക്ക് കൊണ്ടുപോവുക. അവിടെ നിന്നും അവനെ നസ്രസിൽ കൊണ്ടുവന്ന്
നസറേനായി വളർത്തുക. നിയമാവർത്തന പുസ്തകം 24 അധ്യായം 1 മുതൽ 4 വരെ ഉള്ള വാക്യങ്ങളിൽ അവൻ വിവാഹിതനായി അവനോടുകൂടെ ഭാര്യയിൽ എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടെന്ന് കണ്ടാൽ അവളെ ഉപേക്ഷിക്കുവാൻ ഉപേക്ഷാപത്രം നൽകി ഉപേക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. ഇവിടെ ഭാര്യ വിവാഹിത ആകുന്നതിന് മുമ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ഗർഭിണിയാണ് എന്ന് അറിയുമ്പോൾ അവളെ ഉപേക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ള ജോസഫ് അവളെ പരസ്യമായി ഉപേക്ഷിച്ചാൽ അങ്ങനെയുള്ള വ്യക്തികളെ വിവാഹ നിശ്ചയം കഴിഞ്ഞവർ പുരുഷനുമായി ഒന്നിച്ച് വസിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെടുന്നതിന് മുമ്പ് ഗർഭിണിയാണ് എന്നറിഞ്ഞാൽ വ്യഭിചാരിണി എന്നുള്ള നിലയിൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് യഹൂദ നിയമം. എന്നാൽ ഈ മറിയത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവളെ പരസ്യമായി ഉപേക്ഷിച്ചാൽ ജനം കല്ലെറിഞ്ഞു കൊല്ലും, അത് അവളോട് കാണിക്കുന്ന അനീതിയാണെന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് പരസ്യമായി ഉപേക്ഷിക്കാതെ രഹസ്യമായി ഉപേക്ഷിക്കാമെന്നുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തിൽ ചിന്തിച്ചുകൊണ്ട് ഉറങ്ങുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. ദൈവത്തിൻ്റെ മുഖ്യദൂതൻ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജോസഫിനോട് പറയുന്നു, ജോസഫേ, നിൻ്റെ ഭാര്യയായി മറിയത്തെ സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട. അവൾ നിന്ന് ജനിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. നീ അവന് യേശു എന്ന് പേരിടണം. ഇത് കേട്ടപ്പോൾ നിദ്രയിൽ നിന്ന് ഉണർന്ന് ജോസഫ് മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു, തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ 2 കാര്യമാണ്. ഒന്ന്, ദൈവ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് നീതി പുലർത്തുന്ന ഒരു വ്യക്തി, മറിയത്തോട് നീതി പുലർത്തുന്ന ഒരു വ്യക്തി, തൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി, ദൈവത്തോടും മറിയത്തോടും തൻ്റെ മനസ്സാക്ഷിയോടും നീതി പുലർത്തുന്ന ഒരു വ്യക്തിയായിട്ട് നാം അദ്ദേഹത്തെ കാണുകയാണ്. ജോഷുവ ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ച വ്യക്തിയാണ്. ആ ജോഷുവയെ പോലെ ജനത്തെ ദൈവത്തിലേക്ക് നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ ശിശുവിന് യേശു രക്ഷകൻ എന്ന പേരിടണം എന്നാവശ്യപ്പെട്ടപ്പോൾ ജോഷുവ രക്ഷകനായി മാറിയതുപോലെ യേശു ക്രിസ്തുവിനെ സമൂഹത്തിൻ്റെ രക്ഷകനായി വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ജോസഫ് വളരെ അഭിമാനത്തോടുകൂടിയാണ് ഇതിനെ കാണുന്നത്. കർത്താവ് രക്ഷിക്കുന്നു എന്നാണ് ജോഷുവ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ യേശുക്രിസ്തു രക്ഷകനായി മാറിയത് പരമപിതാവ് രക്ഷകനായി ലോകത്തിന് നൽകിയത് കൊണ്ടാണ്. അപ്പോൾ ലോകത്തെ രക്ഷിക്കുക എന്നുള്ള വലിയ ഒരു ദൗത്യം യൗസേപ്പ് നിറവേറ്റുകയാണ് അവിടെ. യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ ദൈവിക രഹസ്യങ്ങളുടെ ചുരുളൊക്കെ അഴിഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും.
ജോസഫ് യേശുവിൻ്റെ വളർത്തു പിതാവാണ്, ശാരീരിക പിതാവല്ല. മറിയം ജോസഫുമായി സഹവസിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ജോസഫിൻ്റെ മകൻ എന്ന് അല്ല ശാരീരികമായി നാം കാണേണ്ടത്. ജോസഫിന് യേശുവിൻ്റെ ജനനത്തിൽ വലിയ പ്രത്യേകത ഇല്ല. എന്നാൽ ആ ശിശുവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി, രക്ഷകനെ ലോകത്തിൽ നൽകുവാൻ വേണ്ടി അദ്ദേഹം എടുത്ത ആ പരിശ്രമം നോക്കുമ്പോൾ വിശ്വാസ സമൂഹത്തിനത് അറിഞ്ഞുകൂടാ. അത് വ്യക്തമാക്കി കൊടുക്കുവാനാണ് പേരെഴുതിക്കുവാൻ പോകുമ്പോൾ തൻ്റെ പേരിൽ ആ കുഞ്ഞിൻ്റെ പിതാവെന്നുള്ള നിലയിൽ പേരെഴുതിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ജോസഫ് ആ ശിശുവിന് ജന്മം നൽകുന്ന സാഹചര്യത്തിൽ കാലിത്തൊഴുത്തിലുണ്ടായിരുന്നു. ദൈവത്തിന് ദൂതൻ അരുളിച്ചതുപോലെ ആ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും നസ്രസിലേക്ക് കൊണ്ടുവരുന്നു. നസറേനെ വളർത്തുന്നു. അപ്പനോടൊപ്പം ആശാരിപ്പണി അഭ്യസിച്ചുകൊണ്ട് അധ്വാനത്തെ അഭിമാനമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. മറിയം ഗർഭിണിയായിരിക്കുന്നത് മാനുഷിക ശക്തിയാലല്ല, ദൈവിക ശക്തിയാലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ യേശു ഒരു വിമോചകനാണ്. എന്നാൽ അത് രാഷ്ട്രീയ തലത്തിലല്ല, ആത്മീയ തലത്തിലാണ്. പാപത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നുള്ള സൂചന ദൈവം മാലാഖ വഴി ജോസഫിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. യേശു എന്ന പേരിടുക വഴി ജോസഫ് നിയമപരമായി മറിയത്തിൻ്റെ ഭർത്താവായി മാറുകയാണ്. അങ്ങനെ ഒരു ദൗത്യം നിറവേറ്റിയില്ല എങ്കിൽ നിയമ സാധ്യതയെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു ചോദ്യചിഹ്നമായി മാറുമായിരുന്നു. അതുകൊണ്ടാണ് പേരെഴുതിക്കുമ്പോൾ തൻ്റെ പേരിൽ എഴുതുന്നത്. മറിയത്തിൻ്റെ കന്യക മാതൃത്വത്തിൻ്റെ രഹസ്യം പ്രവാചകൻ വഴി മുൻകൂട്ടി ജോസഫിനെ അറിയിക്കുകയാണ്. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടി അർത്ഥമെന്നുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടുമെന്ന് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ഇമ്മാനുവേൽ എന്ന പദം മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ അന്തസ്സത്ത നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ദൈവം നമ്മോടുകൂടെ ഇന്നലെയും ഇന്നും നാളെയും എന്നും ലോക അവസാനം വരെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന് വാക്ക് തന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് യേശു ക്രിസ്തുവിൽ അവിടെ നാം കാണുന്നത്. അവനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കുന്നത് വഴി ദൈവം മനുഷ്യന് സംലഭ്യനാണ്. ദൈവവുമായിട്ടുള്ള ആ ഇടപെടലിൽ നാം അതാണ് കാണുന്നത്. ഉദ്ധിതനായ യേശു വ്യക്തമാക്കുന്നു, ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റുന്ന ഓരോ വ്യക്തിയും ആ രീതിയിൽ ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ്. പ്രിയ സഹോദരങ്ങളെ, ജോസഫിൻ്റെ 3 ഗുണങ്ങൾ. 1, വിവേകം. വലിയ വിവേകിയായിരുന്നു അദ്ദേഹം. താൻ വിവാഹ വാഗ്ദാനം നടത്തിയ കന്യക താൻ അറിയാതെ ഗർഭം ധരിച്ചു എന്ന് കാണുമ്പോൾ വളരെ വിവേകത്തോടുകൂടി സമചിത്തതയോടുകൂടി യൗസേപ്പ് അത് കൈകാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യഹൂദ നിയമം അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം, പക്ഷേ അതിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. സമചിത്തതയോടെ വിവേകത്തോടെ സാഹചര്യങ്ങളെ, പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്ന് ജോസഫ് നമുക്ക് കാണിച്ചിരിക്കുകയാണ്. കുടുംബജീവിതത്തിൻ്റെ മാരകമായ തരത്തിൽ തകർത്തെറിയപ്പെടാൻ സാധ്യതയുള്ള ഒരു പശ്ചാത്തലത്തിൽ കുലീനതയോടും മാന്യതയോടും കൂടി
ജോസഫ് അതിനെ നേരിട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്ക് ദോഷമുണ്ടാകുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാതെ എങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയും എന്ന് ജോസഫ് നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തെ വളർത്തുന്ന ഭാവാത്മകമായ ചവിട്ടുപടികളായി പ്രശ്നങ്ങളെ നാം കാണണം. അല്ലാതെ നമ്മെ തളർത്തുന്ന ഒന്നായിട്ടല്ല. ലൈഫ് ഈസ് എ ചലഞ്ച്, യു ഫേസ് ഇറ്റ് ബോൾഡ്ലി. വളരെ ബോധപൂർവം ബുദ്ധിപൂർവം പരാജയങ്ങളെ, പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന് നമ്മെ ജോസഫ് പഠിപ്പിക്കുകയാണ്. മണൽപ്പുറത്ത് പണിയാതെ പാറയിൽ പണിയുക ഭവനം പണിഞ്ഞവന് തുല്യനെ പോലെ കുടുംബജീവിതത്തിൽ ഒരു പിതാവെന്നുള്ള നിലയിൽ, കാവൽ പിതാവെന്നുള്ള നിലയിൽ, സംരക്ഷകൻ എന്നുള്ള നിലയിൽ എപ്പോഴും യൗസേപ്പ് കുടുംബജീവിതത്തിൻ്റെ ഒരു സംരക്ഷകനായി നിൽക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. ദൈവത്തിലും ദൈവത്തിൻ്റെ പദ്ധതിയിലും യൗസേപ്പ് പിതാവിന് ആഴമായ വിശ്വാസമുണ്ടായിരുന്നു. ദൈവവചനത്തെ ധ്യാനാത്മകമായി സമീപിച്ച് ജോസഫ് ദൈവഹിതം മനസ്സിലാക്കിയത് സ്വജീവിതം വഴി ആ ജീവിതത്തെ അടിയറവ് വെച്ചുകൊണ്ട് നമുക്ക് കാണിച്ചിരിക്കുകയാണ്. അംഗീകാരവും സമർപ്പണവും ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ പരിപൂർണമായി സമർപ്പിക്കുന്ന ഒരു വ്യക്തി. മാലാഖ വഴി തൻ്റെ സംശയം ദൂരീകരിക്കപ്പെട്ടപ്പോൾ ദാവീദിന്റെ പുത്രനായ ജോസഫ് ഭാര്യയായ മറിയത്തെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട, അവൾ പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഗർഭം ധരിച്ചിരിക്കുന്നതെന്നുള്ള സൂചന ലഭിച്ചപ്പോൾ യൗസേപ്പ് എത്ര താല്പര്യത്തോടു കൂടിയാണ് ആ ദൈവേഷ്ടത്തിന് പരിപൂർണമായി വിധേയനാകുന്നത്. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നു, അവളെ ഉപേക്ഷിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആഴമായ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ള ദൈവവചനം യൗസേപ്പ് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അനർത്ഥമായി മറ്റുള്ളവർ എടുക്കുന്ന ഒരു സംഭവം തൻ്റെ ജീവിതത്തിൽ ദൈവഹിതമായി ജോസഫ് കാണുകയാണ്. ജോസഫ് എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം വളർത്തുന്നവൻ എന്നാണ്. തൻ്റെ ജീവിതത്തിൽ ഉടനീളം യേശുവിനെ വളർത്തുവാൻ, മറിയത്തെ സംരക്ഷിക്കുവാൻ, തൻ്റെ അധ്വാനം വഴി മറ്റുള്ളവരെ വളർത്തുവാൻ അദ്ദേഹം നടത്തുന്ന പരിശ്രമം പൂർവ്വപിതാവായ യൗസേപ്പിൻ്റെ പൂർത്തീകരണമാണ് ഈശോയുടെ വളർത്തുപിതാവായ ജോസഫിൽ നാം കാണുന്നത്. പൂർവ്വ യൗസേപ്പ് ദൈവജനത്തെ വളർത്തിയെങ്കിൽ വിശുദ്ധ യൗസേപ്പ് ദൈവപുത്രനെ വളർത്തുകയാണ്. പൂർവ്വ യൗസേപ്പ് ദൈവജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചുവെങ്കിൽ അവർക്ക് ദൈവപുത്രനെ ഈജിപ്തിലേക്ക് പ്രാണരക്ഷാർത്ഥം കൊണ്ടുപോകുവാൻ ജോസഫിന് കഴിയുന്നതായിട്ട് നാം കാണുന്നു. ജീവിതത്തിൽ ധാരാളം അനർത്ഥങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായെങ്കിലും അവരുടെ വിശ്വാസവും ക്ഷമാശീലവും മൂലം എല്ലാം നന്മയ്ക്കായി മാറുകയാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്: വിശ്വാസവും ക്ഷമാശീലവും. തൻ്റെ സഹോദരങ്ങൾ തന്നെ ഉപേക്ഷിച്ചുവെങ്കിലും പഴയ നിയമത്തിലെ ജോസഫ് പറയുന്നത്, നിങ്ങളെയും മറ്റുള്ളവരെയും സംരക്ഷിക്കുവാൻ വേണ്ടി ദൈവം എന്നെ അതിനുവേണ്ടി ഒരുക്കുകയായിരുന്നു എന്നാണ്. അവിടെയാണ് പുതിയ നിയമത്തിലെ ജോസഫിൻ്റെയും ജീവിതം നാം കാണുന്നത്. യേശുവിനെ സംരക്ഷിക്കുവാൻ, മറിയത്തെ സംരക്ഷിക്കുവാൻ, യേശുവിനെ വളർത്തുവാൻ ദൈവം അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളത്.
പ്രതിസന്ധികൾ ദൈവം കൂടെയുണ്ട് എന്ന വിശ്വാസം വിശ്വാസ ജീവിതത്തിന് ഏറ്റവും വലിയ ഒരു സഹായകമാണ്. അപ്പോൾ വിശ്വാസികളുടെ പിതാവായ യൗസേപ്പ് നമുക്ക് നൽകുന്ന ഈ അംഗീകാരം, ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട്, ദൈവകാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, മറിയത്തെ അംഗീകരിച്ചുകൊണ്ട്, മറിയത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട്, യേശുവിനെ അംഗീകരിച്ചുകൊണ്ട്, യേശുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ആ വിശ്വാസ ജീവിതം അത് നമുക്കെല്ലാം ഏറെ പ്രത്യാശ നൽകുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ നീതിബോധം, നീതിയെ സാമൂഹ്യ നീതിയായും ആധ്യാത്മിക നീതിയായും നമുക്ക് കാണാൻ സാധിക്കും. സാമൂഹ്യ നീതി ഓരോരുത്തർക്കും അർഹമായിട്ടുള്ള നൽകുക എന്നുള്ളതാണ്. അത് നടപ്പിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക നീതി എന്ന് പറയുന്നത് സാമൂഹ്യ നീതിയൊക്കെ അതിശയിക്കുകയാണ്. നിങ്ങളുടെ നീതി ഫരിസേയരുടെയും ചുങ്കക്കാരുടെയും നിയമജ്ഞരുടെയും നീതിയൊക്കെ അതിശയിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് യേശു തമ്പുരാൻ പറയുകയുണ്ടായി. ഇവിടെ നീതി എന്ന പദം നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ ഒരു ജീവിതം എന്നാണ്. വിശുദ്ധിയുടെയും കാരുണ്യത്തിൻ്റെയും ജീവിതം എന്ന അർത്ഥം കൂടി അതിനുണ്ട്. യൗസേപ്പ് നീതിമാൻ എന്ന് പറയുമ്പോൾ വിശുദ്ധനും കാരുണ്യവാനുമായ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. ആരാണ് നീതിമാൻ എന്ന ചോദ്യത്തിന് 15-ാം സങ്കീർത്തനം നമുക്ക് നൽകുന്ന ഉത്തരം നിഷ്കളങ്കമായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവനാണ് നീതിമാൻ. ആരാണ് നീതിമാൻ എന്നതിന് മത്തായിയുടെ സുവിശേഷം ഇപ്രകാരം വിശദീകരണം നൽകുന്നു: വിശക്കുന്നവന് ആഹാരം നൽകുന്നവൻ, ദാഹിക്കുന്നവന് കുടിക്കുവാൻ നൽകുന്നവൻ, നഗ്നന് വസ്ത്രം നൽകുന്നവൻ, അവനാണ് നീതിമാൻ. നീതീകരിക്കപ്പെട്ടവരായി മാറുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യവിധിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ നമുക്കത് കാണാൻ കഴിയും. നീതിമാനായ ജോസഫ് നിഷ്കളങ്കനും ജീവിതം നയിച്ചവനുമാണ്. അപവാദം വരുത്തുന്ന എല്ലാറ്റിനെയും അതിജീവിച്ചുകൊണ്ട് അതിൻ്റെ സഹനത്തിലൂടെ വാഗ്ദാനം പാലിച്ചവനാണ് വിശുദ്ധ യൗസേപ്പ്. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവൾ പരിശുദ്ധ അമ്മ കന്യകയായ മറിയമാണെന്നും അവളുടെ പുത്രനായ യേശു ദൈവപുത്രനാണെന്നും അദ്ദേഹം അംഗീകരിക്കുകയാണ്. സ്ത്രീ പുരുഷ ബന്ധത്തിനേക്കാൾ ഉപരിയായി അദ്ദേഹം മറിയത്തിൻ്റെ നിത്യ കന്യത്വത്തെ അംഗീകരിക്കുകയും തൻ്റെ ആദ്യജാതൻ ജനിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ ആദ്യമായി ജനിച്ചത് എന്നുള്ള അർത്ഥം രണ്ടാമതൊരാൾ ജനിച്ചു എന്ന് അതിന് അർത്ഥമില്ല. ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിലാണ് നാം കാണേണ്ടത്. അങ്ങനെ ജോസഫ് എല്ലാ രീതിയിലും നീതിമാനായി ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെട്ടവനായി ജീവിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ ഫലമേൽപ്പിക്കുന്ന ദൗത്യം നീതിബോധത്തോടെ രക്ഷയുടെ അനുഭവത്തിൽ മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നാം ജീവിച്ചുകൊണ്ട് വിശുദ്ധ യൗസേപ്പിൻ്റെ മാതൃക, തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥൻ, പരിശുദ്ധ അമ്മയുടെ വിമല ഭർത്താവ്, വിരക്തി ഭർത്താവ്, യേശുക്രിസ്തുവിൻ്റെ വളർത്തുപിതാവ്, സംരക്ഷകൻ, സഭയുടെ സംരക്ഷകൻ എന്നുള്ള നിലയിൽ എന്നും നമുക്കൊരു വലിയ ചൈതന്യമായി അദ്ദേഹം നിലകൊള്ളട്ടെ. നമ്മുടെ പ്രശ്നങ്ങളെ ദൈവ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു സന്തുലിതമായ ജീവിതമാക്കി ദൈവ ഇഷ്ടത്തിന് പരിപൂർണമായി വിധേയപ്പെട്ട ഒരു ജീവിതമാക്കി മാറ്റുവാൻ കഴിയുമ്പോൾ അതാണ് ഏറ്റവും വലിയ സംതൃപ്തി. ആ ഒരു സംതൃപ്തിയിൽ ആയിരിക്കുവാൻ വിശുദ്ധ യൗസേപ്പിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ.